ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നസ്രിയൻ നായകനായി അഭിനവ് സുന്ദർ നായക സംവിധാനം ചെയ്ത് ഈ ജൂൺ 5 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി പോസിറ്റീവ് അഭിപ്രായം നേടുത്ത് നല്ല കളക്ഷനുമായി മുന്നോട്ട് പോകുന്ന മലയാള സിനിമയാണ് മോളിവുഡ് ടൈംസ്. വെള്ളി, ശനി എന്നിങ്ങനെ ആദ്യ 2 ദിവസം കൊണ്ട് ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തത് 3,65,00,000 രൂപയായിരുന്നു. സിനിമയുടെ 2 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷനുമായി ബന്ധപ്പെട്ട് ഒഫീഷ്യൽ പോസ്റ്റർ ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. അത് പ്രകാരം ലോകമെമ്പാടുമായി 8,45,00,000 രൂപയാണ് സിനിമ 2 ദിവസം കൊണ്ട് സ്വന്തമാക്കിയിട്ടുള്ളത്. ഇനി 3-ാം ദിവസം ഇന്ന് ഞായറാഴ്ചയിലേക്ക് വന്നാൽ ഇന്ന് കേരളത്തിൽ പ്രതീക്ഷിക്കുന്നത് 2,10,00,000 റേഞ്ചിലാണ്. അങ്ങനെ ആദ്യ 3 ദിവസം കൊണ്ട് കേരളത്തിൽ 5,75,00,000 റേഞ്ചിലാണ് സിനിമ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇന്ന് സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 4 കോടിക്ക് മുകളിലുമാണ്. അങ്ങനെ ആദ്യ 3 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് കളക്ഷനായി സിനിമ നേടിയെടുത്തിരിക്കുന്നത് 12,50,00,000 റേഞ്ചിലാണ്. മോഹൻലാൽ നായകനായി ജിത്തു ജോസഫ് തിരക്കഥ സംവിധാനം ചെയ്ത് മെയ് 21 തിയേറ്ററിലെത്തി ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത് മുന്നോട്ട് പോകുന്ന മലയാള സിനിമയാണ് ദൃശ്യം 3. ചിത്രം ഇന്നലെ ശനിയാഴ്ച വരെയുള്ള 17 ദിവസം കൊണ്ട് കേരളത്തിൽ 84,40,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 18-ാം ദിവസം ഇന്ന് ഞായറാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഏകദേശം 1,90,00,000 2 കോടി റേഞ്ചിലാണ്. അങ്ങനെ 18 ദിവസം കൊണ്ട് കേരളത്തിൽ 86,40,00,000 റേഞ്ചിലാണ് സിനിമ എത്തിച്ചേർന്നിട്ടുള്ളത്. 18 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 233 കോടിക്ക് മുകളിലുമാണ്. രാംചരൺ നായകനായി ബുജീബ് ബാബു സന സംവിധാനം ചെയ്ത് ജൂൺ 4 വ്യാഴാഴ്ച തിയേറ്ററിലെത്തിയ തെലുങ്ക് പാൻ ഇന്ത്യൻ സിനിമയാണ് പെദ്ദി. ജാൻവി കപൂർ, ശിവരാജ് കുമാർ, ജഗപതി ബാബു, ദിവ്യന്തു എന്നിങ്ങനെയാണ് മറ്റ് പ്രധാനപ്പെട്ട താരങ്ങൾ. സിനിമ ഇന്നലെ ശനിയാഴ്ച വരെയുള്ള 3 ദിവസം കൊണ്ട് കേരളത്തിൽ 37,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഇന്ന് സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 10,00,000 റേഞ്ചിലാണ്. അങ്ങനെ ആദ്യ 4 ദിവസം കൊണ്ട് 47,00,000 റേഞ്ചിലാണ് സിനിമ കേരളത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. ട്രാക്കേഴ്സ് റിപ്പോർട്ട് പ്രകാരം ഇന്നലെ വരെയുള്ള 3 ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസായി സിനിമ നേടിയെടുത്തത് 151 കോടി റേഞ്ചിലായിരുന്നു. 3 ദിവസത്തെ വേൾഡ് വൈഡ് ട്രാക്കേഴ്സ് റിപ്പോർട്ട് 200 കോടി റേഞ്ചിലുമാണ്. അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷനുമായി ബന്ധപ്പെട്ട് ഒഫീഷ്യൽ പോസ്റ്റർ ഇന്നും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നിർമ്മാണ കമ്പനിയായ മൈത്രി മൂവി മേക്കേഴ്സ് പുറത്തിറക്കിയ പോസ്റ്റർ പ്രകാരം ഈ സിനിമ ലോകമെമ്പാടുമായി 3 ദിവസം കൊണ്ട് നേടിയെടുത്തിരിക്കുന്നത് 236,70,00,000 രൂപയാണ്. അതേസമയം ട്രാക്കേഴ്സ് റിപ്പോർട്ട് അനുസരിച്ച് ഇന്ന് ഞായറാഴ്ച ഉൾപ്പെടെ 4 ദിവസം കൊണ്ട് ഈ സിനിമ 255 കോടി റേഞ്ചിലാണ് എത്തിച്ചേരുക. ജയറാം നായകനായി പാണ്ഡിരാജ് തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത് ജൂൺ 5 തിയേറ്ററിലെത്തി പോസിറ്റീവ് അഭിപ്രായം നേടുന്ന തമിഴ് സിനിമയാണ് പരിമള ആൻഡ് കമ്പനി. ഉർവശി, മിസ്കിൻ, യോഗി ബാബു, സാൻഡി മാസ്റ്റർ എന്നിങ്ങനെയായിരുന്നു മറ്റ് പ്രധാനപ്പെട്ട താരങ്ങൾ. ലൈക്ക പ്രൊഡക്ഷൻസ് നിർമ്മിച്ച ഈ സിനിമയുടെ കേരളത്തിലെ വിണ്ണാവകാശം ഏറ്റെടുത്തത് ഗോകുലം മൂവീസ് ആണ്. സിനിമ 2 ദിവസം കൊണ്ട് തമിഴ്നാട്ടിൽ കളക്ട് ചെയ്തത് 3,46,00,000 രൂപയാണ്. കർണാടകയിൽ 41,00,000 കളക്ട് ചെയ്ത ഈ സിനിമ 2 ദിവസം കൊണ്ട് കേരളത്തിൽ 16,00,000 രൂപയും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 3,00,000 ഉൾപ്പെടെ 4,06,00,000 രൂപയാണ് ഇന്ത്യൻ ഗ്രോസായി നേടിയെടുത്തിട്ടുള്ളത്. 3-ാം ദിവസം ഇന്ന് ഞായറാഴ്ച തമിഴ്നാട്ടിൽ 2 കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആദ്യ 3 ദിവസം കൊണ്ട് 5,50,00,000 റേഞ്ചിലാണ് സിനിമ എത്തിച്ചേർന്നിട്ടുള്ളത്. കേരളത്തിൽ 3 ദിവസം കൊണ്ട് 25,00,000 പ്രതീക്ഷിക്കുന്ന ഈ സിനിമ ഇന്ത്യൻ ഗ്രോസായി 3 ദിവസം കൊണ്ട് പ്രതീക്ഷിക്കുന്നത് 6,7 കോടി റേഞ്ചിലാണ്. അതേസമയം സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷനുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു അപ്ഡേറ്റ് പുറത്തു വന്നിട്ടില്ല. സുഭാഷ് കെ രാജ് തിരക്കഥ സംവിധാനം ചെയ്ത് മെയ് 28 തിയേറ്ററിലെത്തി നിലവിൽ സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കി ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന തമിഴ് സിനിമയാണ് ബ്ലാസ്റ്റ്. അർജുൻ, അഭിരാമി, പ്രീതി മുകുന്ദൻ എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ 10-ാം ദിവസം ഇന്നലെ ശനിയാഴ്ച കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്തത് 1,15,00,000 രൂപയായിരുന്നു. അങ്ങനെ 10 ദിവസം കൊണ്ട് കേരളത്തിൽ 9,97,00,000 രൂപയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. അതേസമയം 10 ദിവസം കൊണ്ട് തമിഴ്നാട്ടിൽ ഈ സിനിമ നേടിയെടുത്തത് 19,19,00,000 മാത്രമാണ്. തെലുങ്ക് സംസ്ഥാനത്ത് നിന്ന് 5,83,00,000, കർണാടകയിൽ നിന്ന് 3,50,00,000, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 17,00,000 എന്നിങ്ങനെ 38,66,00,000 രൂപയാണ് 10 ദിവസത്തെ ഇന്ത്യൻ ഗ്രോസ്. വിദേശത്ത് $1.02 മില്യൺ കളക്ട് ചെയ്തിട്ടുണ്ട്. അതായത് 9,68,00,000 രൂപ. ഇതിൽ 7 കോടി കളക്ട് ചെയ്തതും UAE ഉൾപ്പെടെ GCC രാജ്യങ്ങളിൽ നിന്നാണ്. ലോകമെമ്പാടുമായി ഇന്നലെ വരെ ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത് 48,34,00,000 രൂപയാണ്. ഇനി 11-ാം ദിവസം എന്ന ഞായറാഴ്ചയിലേക്ക് വന്നാൽ ഇന്ന് കേരളത്തിൽ 1,25,00,000 റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആദ്യ 11 ദിവസം കൊണ്ട് കേരളത്തിൽ 11 കോടി റേഞ്ചിലാണ് സിനിമ എത്തിച്ചേർന്നിരിക്കുന്നത്. 11 ദിവസത്തെ തമിഴ്നാട് കളക്ഷൻ 20,50,00,000 റേഞ്ചിലും വേൾഡ് വൈഡ് കളക്ഷൻ 52 കോടി റേഞ്ചിലും എത്തിച്ചേർന്നിട്ടുണ്ട്. സൂര്യനായകനെ RJ ബാലാജി സംവിധാനം ചെയ്ത് മെയ് 15 തിയേറ്ററിലെത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത തമിഴ് സിനിമയാണ് കറുപ്പ്. ചിത്രത്തിന്റെ ഇന്നലെ ശനിയാഴ്ച വരെയുള്ള 23 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ തമിഴ്നാട്ടിൽ 162,81,00,000 രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. കർണാടകയിൽ 24,23,00,000, തെലുങ്ക് സംസ്ഥാനങ്ങളിൽ 37,80,00,000, കേരളത്തിൽ 14,29,00,000, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 3,18,00,000 എന്നിങ്ങനെ 241,50,00,000 രൂപയാണ് ഇന്ത്യൻ ഗ്രോസായി ഇന്നലെ വരെ സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത്. വിദേശത്ത് $8.47 മില്യൺ കളക്ട് ചെയ്തിട്ടുള്ളത്. അതായത് 80,52,00,000 രൂപ. അങ്ങനെ ഇന്നലെ ശനിയാഴ്ച വരെയുള്ള 23 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 322,02,00,000 രൂപയാണ് നേടിയെടുത്തിരിക്കുന്നത്. 24-ാം ദിവസം ഇന്ന് ഞായറാഴ്ച ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 2 കോടി റേഞ്ചിലാണ്. അങ്ങനെ 324 കോടി റേഞ്ചിലാണ് 24 ദിവസം കൊണ്ട് ലോകമെമ്പാടും ഈ സിനിമ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.